എനിക്കിന്നൊരു പുതിയ കഥയാണ് കേൾക്കേണ്ടത്. ഏതു പെൺകുട്ടിയും മോഹിച്ചു പോകുന്ന പേഴ്സണാലിറ്റി ഉള്ള മോഡൽ ഫോട്ടോഗ്രാഫർ വിമൽ റോയ്. അയാളുടെ മുമ്പിലെത്തിയ സുന്ദരിയായ മോഡൽ ലീല. അത്രയും ഭാഗം ഓക്കെ, ക്ലിയർ. പിന്നെന്താണ് സംഭവിച്ചത്? പറയൂ. ഏത് പെൺകുട്ടിയും പോലെ ഞാൻ സ്നേഹിച്ചു വിമലിനെ, 100% സിൻസിയറായിട്ട് തന്നെ. പക്ഷേ എന്നോട് അയാൾ ഇങ്ങനൊരു ദ്രോഹം ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. താടി കളിക്കല്ലേ? നല്ല ചേർച്ചയുണ്ട് രണ്ടുപേരും. ഓടി. ഓക്കേ ഓക്കേ, ബൈ. Have it. താങ്ക് യു. എന്റെ വിശ്വാസങ്ങളെല്ലാം തെറ്റിക്കുന്ന അനുഭവമായിരുന്നു അത്. കുഴഞ്ഞു വീണ എന്നെ അർത്ഥനഗ്നിയാക്കി ചിത്രങ്ങൾ എടുക്കുന്നത് ഒരു സ്വപ്നത്തിൽ എന്ന വണ്ണം ഞാൻ അറിയുന്നുണ്ടായിരുന്നു. എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ അയാൾ ചെയ്തതെന്ന് എനിക്ക് അറിയണമായിരുന്നു. അത് ചോദിക്കാൻ ഞാൻ അയാളുടെ സ്റ്റുഡിയോയിലെത്തി. അന്നാണ് ഞാൻ അവന്റെ യഥാർത്ഥ മുഖം തിരിച്ചറിഞ്ഞത്. പറയടാ, എന്തിനാ നീ എന്നോട് ഇങ്ങനൊരു ചതി ചെയ്തത്? ലീല, നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സോറി. ഞാൻ വെറുതെ just for fun. That's all. ഞാനിത് വിശ്വസിക്കില്ല. പറ, എന്താ നിന്റെ ഉദ്ദേശം? പറയടാ, എന്തിനാ നീ ഇങ്ങനെ ചെയ്തത്? പറയാതെ നിന്നെ ഞാൻ വിടില്ല. ഏയ് വെയിറ്റ്, എന്തിനാ ഈ ഫോട്ടോസ് എന്ന് നിനക്ക് അറിയണമല്ലേ? ഇറ്റ്സ് മൈ ബിസിനസ്. ഈ ഫോട്ടോകൾ പബ്ലിഷ് ചെയ്തിരിക്കാൻ വേണ്ടി നീ എനിക്ക് വഴങ്ങും, പിന്നെ ഞാൻ പറയുന്ന പലർക്കും. അതിനുശേഷം ഫോട്ടോ വെച്ചുള്ള അവന്റെ ഉപദ്രവം വർദ്ധിച്ചു. ഒരു ദിവസം എന്നെ തേടി ഞങ്ങളുടെ റെസ്റ്റോറന്റിലെത്തിയ അയാൾ ഒരുപാട് നാശനഷ്ടങ്ങൾ വരുത്തി. ഞങ്ങളുടെ ഒരു സ്റ്റാഫിന്റെ തലയടിച്ച് പൊട്ടിക്കുകയും ചെയ്തു. എന്നിട്ട് മാനം രക്ഷിക്കാൻ മറ്റൊരു വഴിയും കാണാതെ ഞങ്ങൾ ഗോവ വിടാൻ തീരുമാനിച്ചു. പിന്നെ അറിയാമല്ലോ, ലീല സഞ്ജനിയായി, മലയാളികളുടെ ഇഷ്ടതാരമായി. ആദ്യ ചിത്രത്തിലെ അഭിനയത്തിന് ദേശീയ അവാർഡ് വരെ വാങ്ങി. കുടുംബ സദസ്സുകളുടെ പ്രിയ നായികയായി പേരെടുത്ത് വരുമ്പോഴാണ് വീണ്ടും അയാൾ. എന്താ നിർത്തി കളഞ്ഞത്? പറഞ്ഞോളൂ. പിന്നെ ഞാൻ അയാളെ കാണുന്നത് ഹൈവേ സൈഡിൽ ഒരു അജ്ഞാത മൃതദേഹം എന്ന വാർത്തയില. ലീലാമ്മ സഞ്ജനയായി കേരളക്കര കീഴടക്കുമ്പോൾ വിമൽ റോയ് ഗോവ ജയിലിലായിരുന്നു. ശിക്ഷ കഴിഞ്ഞിറങ്ങിയ അയാൾ കേരളത്തിലേക്ക് വന്നത് ഹൈവേ സൈഡിൽ അജ്ഞാത മൃതദേഹമായിട്ട് കിടക്കാനായിരുന്നില്ല, പഴയ ലീലാമ്മയെ കാണാനായിരുന്നു. ശരിയല്ലേ? ഞാൻ പറയാം സർ. മേഡത്തിനൊരു വിസിറ്റർ വന്നിട്ടുണ്ട്. താങ്ക് യു. പോയി റൂം തുറന്നോളൂ.
ഫോട്ടോസും കൊണ്ടായിരുന്നു അയാളുടെ വരവ്. 10 ലക്ഷം രൂപ കൊടുത്തില്ലെങ്കിൽ അവ പരസ്യപ്പെടുത്തുന്നായിരുന്നു അയാളുടെ ഭീഷണി. ഞാൻ ഒരുപാട് ആലോചിച്ചു. അയാൾ ആവശ്യപ്പെട്ട പണം നൽകിയില്ലെങ്കിൽ ഇത്രയും നാൾ ഞാൻ കഷ്ടപ്പെട്ട് നേടിയെടുത്ത സൽപ്പേര് ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാവും. ഒടുവിൽ ഞാൻ 10 ലക്ഷം രൂപ കൊടുത്ത് വിമലിന്റെ പിടിയിന്ന് രക്ഷപ്പെടാൻ തീരുമാനിച്ചു. അയാൾ പറഞ്ഞ സ്ഥലത്ത് പറഞ്ഞ സമയത്ത് പണവുമായി ഞാൻ ചെന്നു. പറഞ്ഞ പണം മുഴുവൻ ഇതിനകത്തുണ്ട്. യുവർ ഫോട്ടോസ് ആൻഡ് നെഗറ്റീവ്സ്. ഗുഡ് ബൈ. നിങ്ങളുടെ നിഴൽ പോലും ഇനി എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരരുത്. ഏയ്, അങ്ങനെ അങ്ങ് പോയാലോ? പണം മാത്രം തന്നെ എന്നെ അങ്ങ് ഒതുക്കാമെന്ന് കരുതിയോ നീ? വിമൽ, please, വേണ്ട. ഈ ഒരു രാത്രിയിലെങ്കിലും എനിക്ക് നിന്നെ വേണം. ഞാൻ കൊന്നു എന്റെ ഈ കൈ കൊണ്ട്. കൃത്യം ചെയ്ത് നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങൾക്കൊരു സഹായി ഉണ്ടായിരുന്നു. ഇത്രയും തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് കൂടെ ഉണ്ടായിരുന്നത് ആരാന്ന് കൂടി പറയുന്നല്ലേ നല്ലത്. ഇല്ല, എന്റെ ഒപ്പം ആരും ഉണ്ടായിരുന്നില്ല. ഞാനാ ചെയ്തത്. ഞാൻ ഒറ്റയ്ക്ക് അവനെ. ഓക്കെ, ആ ഫോട്ടോസ് നെഗറ്റീവ് എന്ത് ചെയ്തു? രാത്രി തന്നെ ഞാനതൊക്കെ കത്തിച്ചു കളഞ്ഞു. നിങ്ങൾ കൊണ്ടുപോയ 10 ലക്ഷം രൂപ തിരിച്ചെടുത്തോ? ഇല്ല, ആ നേരത്ത് അങ്ങനെയൊന്നും തോന്നിയില്ല. എക്സ്ക്യൂസ് മീ, ഞാൻ അഡ്വക്കേറ്റ് സേതുലക്ഷ്മി, സഞ്ജനയുടെ ലീഗൽ അഡ്വൈസറാണ്. എന്തായി സാറിന്റെ ചോദ്യം ചെയ്യൽ? സഞ്ജനെ കൊണ്ട് കുറ്റമെല്ലാം സമ്മതിപ്പിച്ചോ? ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഈ അഭിനേത്രിയെ 2ാമത്തെ പ്രാവശ്യമാണ് ഒരു കൊടും ക്രിമിനലിനെ പോലെ വഴിയിൽ തടഞ്ഞു നിർത്തി കസ്റ്റഡിയിൽ എടുക്കുന്നത്. ഇതിന് തക്കവണ്ണം എന്ത് എവിഡൻസ് ആണ് നിങ്ങളുടെ കയ്യിലുള്ളത്? അന്വേഷണ ചുമതലയുള്ള ഡിവൈഎസ്പിക്ക് പോലും അറിയില്ല എന്ത് ലാഭത്തിന് വേണ്ടിയാ തന്റെ സബോർഡിനേറ്റ് ഇതൊക്കെ ചെയ്തു കൂട്ടുന്നതെന്ന്. നിങ്ങൾ ആരാന്നാ നിങ്ങളുടെ വിചാരം? ചൂടാവാതെ മേഡം, എന്താ പ്രശ്നം എന്ന് പറ. പറയാം. അതിനു മുമ്പ് നിങ്ങളുടെ മുഖത്ത് നോക്കി 4 വർത്തമാനം പറയണമെന്നുണ്ടായിരുന്നു. സഞ്ജനയുടെ മുൻകൂർ ജാമ്യം ഇത് കിട്ടാനൊരല്പം വൈകി. അല്ലായിരുന്നെങ്കിൽ ഇവിടെ നിങ്ങളുടെ മുൻപിൽ ഈ കുട്ടിക്ക് നാണം കെട്ട് നിൽക്കേണ്ടി വരില്ലായിരുന്നു. ഇത് വാങ്ങി ഇവിടെ ഇറക്കി വിടണം മിസ്റ്റർ. മുൻകൂർ ജാമ്യം മേഡത്തിന്റെ കൈ തന്നെ ഇരിക്കട്ടെ. ഇത് വാങ്ങണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്ന മുമ്പ് ഞാൻ എന്റെ ചെറിയ ശീലം പറയാം. എന്നോട് 4 വർത്താനം പറയുന്നവരോട് ഞാൻ തിരിച്ചെട്ടു പറയും. മുമ്പിൽ വന്ന് നിൽക്കുന്ന ഒരു സ്ത്രീരൂപം പോലെ ആയതുകൊണ്ട് ഒരു ചെറിയ റിഡക്ഷൻ ഞാൻ 6 പറയുന്നുള്ളൂ. സിനിമാ നടി സഞ്ജനയ്ക്കും അഡ്വക്കേറ്റ് സേതുലക്ഷ്മിക്കും ഒരു നേരം മക്കൾക്ക് ആഹാരത്തിന് വേണ്ടി പീഡികത്തിണയിൽ ഇരട്ടിൽ ശരീരം വിൽക്കുന്ന പൊടിയാടി സരസുനും ഒരു നിയമ, ഒരൊറ്റ നിയമം. അത് ക്രിമിനലാണെന്ന് തോന്നിയാൽ സത്യം കൈകാര്യം ചെയ്യുന്ന ഒരേ രീതിയിലാ. വേണ്ടി വന്നാൽ മേഡത്തിന്റെ കയ്യിലേക്ക് മുൻകൂർ ജാമ്യം കീറി കാറ്റി പറത്തിട്ട് എനിക്ക് കുട്ടി വേണമെങ്കിൽ കോടതിയിൽ ഹാജരാക്കാം. കാരണം കൊല ചെയ്തത് ഈ കുട്ടിയാണെന്ന് സമ്മതിച്ചു. അപ്പൊ ഞാൻ എന്താ ചെയ്യാ? നിന്ന് വാചകടിച്ച് കഥ സാധനത്തിനും കൊണ്ടുപോ. ഞാൻ ഈ പെൺകുട്ടി അറസ്റ്റ് ചെയ്തിട്ടില്ല. കിത്തനെ കരം പെട്ടി എന്തോ കുട്ടിക്ക് കാര്യം പെട്ടി കിട്ടിന്ന് പൊട്ടിച്ച് അഡ്വക്കേറ്റിന് അണ്ണാക്കിലേക്ക് ഒഴിച്ചു കൊടുക്കടാ. തൊണ്ട പറഞ്ഞിരിക്കുക കുടിച്ചടോ. പ്രതി കുറ്റം സമ്മതിച്ച സ്ഥിതിക്ക് അവരെ കസ്റ്റഡിയിൽ എടുക്കാതെ കേസ് അന്വേഷണം നീട്ടിക്കൊണ്ടുപോകുന്നത് കഷ്ടമാണ് സാർ. അതുകൊണ്ട് ഡിവൈഎസ്പി എന്നുള്ള നിലയ്ക്ക് സഞ്ജനയെ കസ്റ്റഡിയിൽ എടുക്കാൻ എനിക്ക് അനുവാദം തരണം സാർ.
ജനം വയലന്റ് ആണ്. ഇപ്പൊ ആര് ചത്താലും ഏതെങ്കിലും ഒരു പാർട്ടി ഏറ്റെടുക്കല്ലേ. മോളിൽ നിന്നുള്ള ഫോൺ കോൾ കാരണം എന്റെ ചെവി അടഞ്ഞു. എന്ത് എക്സ്പ്ലനേഷനാ സത്യ തനിക്ക് തരാനുള്ളത്? സാർ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് തലയിലേറ്റ മാരകമായ അടിയാണ് മരണകാരണം. അതുകൊണ്ട് തന്നെ സഞ്ജനയ്ക്ക് ഒരു സഹായം ഉണ്ടായിരുന്നതായി നമുക്ക് സംശയിക്കാം. അയാളെ രക്ഷിക്കാൻ അവൾ കുറ്റം സ്വയം ഏറ്റതാവാം. അങ്ങനെയാണെങ്കിൽ പോലും സഞ്ജന വിമൽ റോയ്ക്ക് നൽകിയെന്ന് പറയുന്ന 10 ലക്ഷം ഉറുപ്പിക അവിടെ പോയിന്നറിയില്ല. അതുകൊണ്ട് കൊലപാതകത്തിൽ രണ്ടാമതൊരാൾ കൂടിയുണ്ടെന്നാണ് എന്റെ നിഗമനം. ഹലോ സാർ, ആ കാര്യം തന്നെയാണ് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇല്ല, നടിയാണെന്നുള്ള യാതൊരു ആനുകൂല്യവും കൊടുക്കുന്നില്ല സാർ.